സാർ, ഇപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ, അതുപോലെ AP വിഭാഗം, EK വിഭാഗം ഇവരെല്ലാം പറയുന്ന ഒറ്റ കാര്യമാണ്, മുനമ്പം ഭൂമി അവിടുത്തുകാർക്ക് കിട്ടില്ല, ഇത് വഖഫിൻ്റെ സ്വത്താണെന്ന് പറയുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഇതിൻ്റെ ഇടയ്ക്കൂടെ കിടന്നിട്ട് പറയുകയാണ് അങ്ങനെയൊന്നുമല്ല, ഈ സ്വത്തൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറും, ഈ ഭൂമിയിൽ നിന്ന് ആരും ഇറങ്ങി പോകേണ്ടി വരില്ല എന്ന്. സത്യത്തിൽ ഈ പറയുന്ന സുപ്രഭാതം പത്രം എന്ന് പറയുന്നത് സംസ്ഥയുടെയാണ്. അവർ പറഞ്ഞ അവരുടെ നിലപാട് അവർ എഡിറ്റോറിയൽ പേജിൽ അല്ലെങ്കിൽ എഡിറ്റോറിയലായിട്ട് അവർ പ്രസിദ്ധീകരിക്കുന്നു. ഇന്ന് AP കാന്തപുരം വിഭാഗത്തിൻ്റെ പത്രമുണ്ട്, അതിനകത്തും ഇവർ സിറാജ്, അതിലും അവരുടെ എഡിറ്റോറിയൽ ഇത് തന്നെ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തേക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നതല്ലേ വാസ്തവം? അല്ല, ഇതിനകത്ത് മുസ്ലിം ലീഗ് കളവാണ് പറയുന്നത്, ശുദ്ധ കള്ളമാണ് മുസ്ലിം ലീഗ് പറയുന്നത്. കാരണം ഈ നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമി വഖഫ് അല്ലാതെയാക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും അധികാരമില്ല, വഖഫ് ബോർഡിനും അധികാരമില്ല. ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമി വഖഫ് അല്ലാതെയാക്കാൻ നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ശരീഅത്ത് നിയമപ്രകാരം ഉണ്ടാക്കിയ നിയമമനുസരിച്ചിട്ട് ഒരാൾക്കും അധികാരമില്ല. ആ അധികാരമില്ലാത്തത് കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റില്ല, വഖഫ് ബോർഡിന് പറ്റില്ല, ഈ മുസ്ലിം സംഘടനകൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്നവർക്ക് പറ്റില്ല, MESന് പറ്റില്ല, ആർക്കും പറ്റില്ല. മുസ്ലിം ലീഗ് അതിൽ സ്പെസിഫിക്കായിട്ട് വ്യക്തമായ രീതിയിൽ ആളുകളെ ചതിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം എന്താണ്? ഇവർ പറയുന്നത് നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ആ ഭൂമി ലീസിന് കിട്ടിയതാണ്, പാട്ടത്തിന് കിട്ടിയതാണ്. അതെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പാട്ടത്തിനെടുത്ത ഈ ഭൂമിക്ക് പാട്ടക്കുടിയാൻ ഉടമസ്ഥാവകാശമില്ല. ഇത് നടക്കുന്നത് 1900 ഏത് പീരീഡിലാണ് ഇത് കൊടുക്കുന്ന? 60 ആ പീരീഡിലാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാട്ടക്കുടിയാൻ ജന്മിയാവുന്ന നിയമം വന്ന് 67 മറ്റോട്ടാണ്. അന്ന് ആ നിയമവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പാട്ടക്കുടിയാന്മാർ ജന്മിമാരായിട്ടുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ ഈ പറഞ്ഞ സത്താർ സേട്ടിൻ്റെ അനന്തരാവകാശിയായ സിദ്ദിഖ് സേട്ടിന് ഉടമസ്ഥാവകാശമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടണം. നിലവിൽ അയാൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരു രേഖയുമില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം, ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല. കാരണം 2013 അമെൻമെൻറ്റ് വന്നിട്ടില്ല. അല്ല, 1995 അമെൻമെൻറ്റ് വന്നിട്ടില്ല. അതാണ് ബൈ യൂസ്, പ്രോപ്പർട്ടി ബൈ യൂസ്. ആ അമെൻമെൻറ്റ് വന്നിട്ടില്ല. ആ അമെൻമെൻറ്റ് വരാത്ത കാലത്ത് അവരുടേതല്ലാത്ത ഭൂമി അവർക്ക് വഖഫ് ചെയ്യാനും പറ്റില്ല. എന്നിട്ട് പിന്നെ എന്തിന് വഖഫ് ചെയ്തു, എങ്ങനെ വഖഫ് ചെയ്തു? രണ്ടാമത്തെ ചോദ്യം. ഇതിന് ഉത്തരം കിട്ടണ്ടേ? അപ്പോൾ കള്ളക്കളിയിൽ അവിടുന്ന് അല്ല, ഇനി കേക്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരിക്കൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺവഖഫ് ചെയ്യാൻ കഴിയില്ല. ഓൾവേസ് വഖഫായിരിക്കും. ഓൾവേസ് വഖഫാണ്. വൺസ് എ വഖഫ്, ഓൾവേസ് എ വഖഫ്, എവർ എ വഖഫ്. അതാണ്. ഇത് വഖഫ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഈ ഭൂമി, പിന്നെ എങ്ങനെയാണ് ഫറൂഖ് കോളേജിന് ക്രയവിക്രയ അവകാശം ഇതിൽ ലഭിക്കുക? എങ്ങനെ കിട്ടി? വഖഫ് ചെയ്ത ഭൂമിയിൽ ക്രയവിക്രയ അവകാശമില്ല. കാരണം വഖഫിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ പരമകാരുണികനായ അല്ലാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞു. ആ പണം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് വിൽക്കാൻ പറ്റില്ലേ? അതെങ്ങനെയാണ്? വഖഫ് ഭൂമി വിൽക്കാൻ പറ്റില്ല, ക്രയവിക്രയം പറ്റില്ല. അത് പറ്റില്ല അല്ലേ? വഖഫ് ഭൂമി ക്രയവിക്രയം പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കുറ്റകരമായൊരു മൗനം ഈ ഫറൂഖ് കോളേജ് തീരുമാനം? അല്ല, കേക്ക്. വഖഫ് ഭൂമി ക്രയവിക്രയത്തിന് ഇവർക്ക് അധികാരമില്ല എന്ന് ആദ്യം വഖഫ് ചെയ്യപ്പെട്ടില്ലേ? അതെ. ആ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പിന്നെ ഇവർക്ക് ക്രയവിക്രയ അധികാരത്തോടു കൂടി കൊടുക്കാനായിട്ട് സേട്ടിനും അധികാരമില്ല. അതുകൊണ്ട് സേട്ട് ഗിഫ്റ്റ് ഡീഡായിട്ട് കൊടുത്തോ? അതെങ്ങനെയാണ്? വഖഫ് ചെയ്ത ഭൂമി പിന്നെ ഗിഫ്റ്റ് ഡീഡായിട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്തൊക്കെ കൺഫ്യൂഷൻ ആക്കിയല്ലോ. അല്ല, അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? കൊടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡും ഫറൂഖ് കോളേജ് അതോറിറ്റീസും തമ്മിലുണ്ടാക്കിയ ഒരു ഇല്ലീഗൽ പാറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കള്ളക്കളി നടത്തി. രണ്ടുപേരും അത് കള്ളക്കളിയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സമയത്തും ഈ അത് നടത്തുന്നതും അത് മാനേജ് ചെയ്യുന്ന ഏത് ഫറൂഖ് കോളേജ് ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റും വഖഫിൻ്റെ മാനേജ്മെൻറ്റും ലീഗുകാരായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു സംശയം വരുന്നത്, പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നയനാറുടെ കാലത്ത് ഒരു നിസാർ കമ്മീഷനെ വെച്ചിരുന്നല്ലോ. നയനാറുടെ കാലത്തല്ല, അച്യുതാനന്ദൻ്റെ കാലത്ത്. അച്യുതാനന്ദ കാലത്തല്ലേ നിസാർ കമ്മീഷൻ്റെ പണി അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വഖഫ് ഭൂമി ഇതുപോലെ വ്യാപകമായ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നത് വസ്തുത. ആര് ദുരുപയോഗം ചെയ്തു? വഖഫുകാരും ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും കൂടി ഒത്തു കളിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തു. കാരണം വഖഫ് ബോർഡിൽ എന്നും മെജോറിറ്റി മെമ്പർമാരും ആരായിരിക്കും? ലീഗിൻ്റെ ആൾക്കാരായിരിക്കും. അവർ ഒത്തു ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് വ്യാപകമായ രീതിയിൽ പരാതികൾ വന്നു. അപ്പോൾ അച്യുതാനന്ദൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജായ നിസാറിനെ വെച്ചിട്ട്, അഹമ്മദ് നിസാർ അങ്ങനെ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പം മറന്നു. അല്ല, നിസാർ അവസാനം എന്താ മുഹമ്മദ് അഹമ്മദ് നിസാർ അങ്ങനെ എന്തോ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ദൗത്യം ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കലല്ല, ഇവർ പ്രചരിപ്പിക്കുന്ന രീതിയിലല്ല. കാരണം ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാൻ ഒരു കമ്മീഷനും അധികാരമില്ല. ഒരു ഭൂമി വഖഫ് ചെയ്തൊരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് വഖഫിൻ്റെ സർവേയറുണ്ട്. അത് മുത്തവല്ലി നിശ്ചയിക്കുന്ന വഖഫിൻ്റെ സർവേ നടത്തി അത് കൊടുക്കുകയും അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുത്തവല്ലി അത് വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കുകയും വേണം. അപ്പോൾ വഖഫ് ഭൂമി പ്രഖ്യാപിക്കാൻ ഇയാൾക്ക് അധികാരമില്ല. പിന്നെ അയാളുടെ ദൗത്യം എന്തായിരുന്നു? ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ, ദുരുപയോഗം ചെയ്യപ്പെട്ടെങ്കിൽ ആരാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിർദ്ദേശിക്കലാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മുനമ്പത്തുള്ള ഭൂമിയുടെ ഒരു ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് സംബന്ധിച്ച് കേസ് നിലവിലുണ്ട്. അത് വഖഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും വഖഫ് ബോർഡിനാണ്, കമ്മീഷനല്ല. ഇതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. എന്നിട്ട് റിപ്പോർട്ട് ശരിയായി. എന്നിട്ട് ഇത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കണമല്ലോ. അതെ, അല്ലയോ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ചത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അത് ടി കെ ഹംസ ഇല്ല, ഇദ്ദേഹം അതിന് ശേഷമാണ് ടി കെ ഹംസ ആ പദവിയിൽ വരുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹമാണ് അത് തീരുമാനിക്കുന്നത്. പഴി ചുമത്തുകയാണ് അങ്ങോട്ട്. അതെ, ടി കെ ഹംസക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്, റഷീദ് അലി ശിഹാബ് തങ്ങൾക്കാണ്. പാണക്കാട്ട് കുടുംബാംഗമാണ്. ദീർഘകാലം പാണക്കാട്ടുള്ള തങ്ങൾമാർ ഇതിൻ്റെ പിന്നെ എൻ്റെ ലിസ്റ്റുണ്ട്, ഞാൻ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിന് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ഇത് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര് അതിൻ്റെ ചെയർമാന്മാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സുലൈമാൻ സെട്ട് ചെയർമാനായിരുന്നിട്ടുണ്ട്. പിന്നെ പ്രൊഫസർ ജലീൽ ചെയർമാനായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചെയർമാനായിരുന്നിട്ടുണ്ട്. ഇതിൻ്റെ അവർക്കെല്ലാം ലീഗുമായിട്ട് ബന്ധമുള്ളവരാണ്. ലീഗുമായിട്ട് ബന്ധമില്ലാത്ത അപൂർവം പേരാണ് വന്നേക്കുന്നത്. ഒന്ന് ടി കെ ഹംസയും വന്നിട്ടുണ്ട്, ഇതുപോലെ വല്ലപ്പോഴും വരുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഒരിതുമില്ല. ഇനി അടുത്തത് എന്താണ്? 2022 ജൂലൈ മാസത്തിൽ KPA മജീദ് നമ്മുടെ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നു. എന്താണ് സബ്മിഷൻ? മുനമ്പത്ത വഖഫ് ഭൂമി ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് കയ്യേറ്റക്കാർ കൈയടക്കി വച്ചിരിക്കുന്നു, അവർക്ക് അനുകൂലമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു, നിയമപ്രകാരം കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ആ ഭൂമി വഖഫിൽ നിക്ഷിപ്തമാക്കണം. അപ്പോൾ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ വഖഫ് മന്ത്രി അബ്ദുറഹിമാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല, ഗവൺമെൻറ് അത് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്, അത് ഉടൻ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞപ്പോഴാണ്
2022 കരമടക്കാനുള്ള ഇവരുടെ അവകാശം റദ്ദ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഹൂ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്? ഇരു കൂട്ടരും ഒരുപോലെ അതിനകത്ത്. ലീഗാണ് ഇതിനകത്ത്. ലീഗാണ് ഇത് വഖഫാക്കി ഡിക്ലെയർ ചെയ്തത്. ലീഗാണ് അവർക്ക് കരമടക്കാനുള്ള അവരുടെ അവകാശം നിഷേധിച്ചത്. ഇതൊക്കെ ലീഗാണ്. മറ്റവർ പറയുന്നത് ശരിയാണ്. ഇത് വഖഫ് ഭൂമിയാണെങ്കിൽ വഖഫ് ഭൂമി സംബന്ധിച്ച പ്രശ്നം കോടതിയിൽ ചോദ്യം ചെയ്യാനും പാടില്ല. അത് ഈ മുസ്ലിം സംഘടനകൾ പറയുന്നത് അപ്പോൾ ശരിയാണ്. അപ്പോൾ മുസ്ലിം സംഘടനകൾ പറയുന്നതാണ് ശരി. ലീഗ് ശുദ്ധ കളവാണ് പറയുന്നത്. ലീഗ് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആ ലീഗിൻ്റെ കൂടെയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അതുകൊണ്ടാണ് ഇരു കൂട്ടരും ചേർന്ന് ഇതിൻ്റെ നിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെ പ്രമേയം. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവരവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിയമപരിരക്ഷ വേണം. നിയമപരിരക്ഷ വേണമെങ്കിൽ എന്ത് വേണം? നിയമം ഭേദഗതി ചെയ്യണം. ഇവരുടെ വാദം എന്താ വെച്ചാൽ നിയമം ഭേദഗതി ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇവിടെ 600 ഏക്കർ ഭൂമിയുണ്ട്, ഇത് ഇവർക്ക് ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങൾക്ക് വേറെ ഭൂമി തന്നാൽ മതിയെന്ന്. വേറെ ഭൂമി ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഇസ്ലാമിക നിയമപ്രകാരം ഭൂമി വഖഫ് ചെയ്യാൻ സർക്കാരിന് എങ്ങനെ പറ്റും? സർക്കാർ പകരം ഭൂമി കൊടുത്ത് അവരെ ഒഴിപ്പിക്കണമെന്നല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ നിലപാടെടുക്കുന്നത് എന്താ അറിയോ? ഈ പറയുന്ന ഫറൂഖ് കോളേജിലെ മാനേജ്മെൻറ്റിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ ഇത്രയും ഫാമിലിക്ക് വേണ്ടി എവിടെയെങ്കിലും സ്ഥലം മേടിക്കണം, നഷ്ടപരിഹാരം മേടിച്ച്, എന്നിട്ട് സർക്കാർ മേടിച്ച് ഇവർക്ക് കൊടുക്കണം. അപ്പോൾ സർക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആകണം എന്ന് മുസ്ലിം സംഘടനകൾ അവരെ വലിച്ചഴക്കിയല്ലേ? അല്ല, സർക്കാരിന് എന്ത് ബാധ്യത? സർക്കാരിന് ബാധ്യതയില്ല. അപ്പോൾ അവരുടെ ആവശ്യമാണ് സർക്കാരിനെ വലിച്ചഴിച്ചുകൊണ്ടുവരിക എന്നുള്ളത്. സർക്കാരിന് ബാധ്യതയില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ നികുതി കൊടുക്കുന്ന പണമെടുത്തിട്ട് ഇസ്ലാം ശരീഅത്ത് നിയമം അനുസരിച്ച് ഭൂമി ഇവർക്ക് കൊടുക്കാൻ സർക്കാരിന് അധികാരം നൽകി? സർക്കാരിന് അധികാരമൊന്നുമില്ല. വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭൂമിക്ക് പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാനും അതിന് ലീഗൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നതിനും വേണ്ടി നിയമം പരിഷ്കരിച്ചില്ലെങ്കിൽ നടക്കില്ല. മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ ഇവിടുത്തെ കോൺഗ്രസും CPM-ഉം മുട്ടുമടക്കി. CPIയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു രാഷ്ട്രീയ കക്ഷിയൊന്നുമല്ലല്ലോ, അങ്ങനെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയൊന്നുമല്ല. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് 0.5%, എന്നുവെച്ചാൽ 0.5% വോട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമില്ലാത്ത കാരണം CPIയുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ പേര് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ അവർ പറയട്ടെ അങ്ങനെയല്ല എന്ന്. അപ്പോൾ ഇത് ചെറിയ ഇഷ്യൂ അല്ല. അതിൽ മറ്റവർ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഇവർ കളവുമാണ് പറയുന്നത്. സമ്പൂർണ്ണ കളവാണ് മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പറയുന്നത്. ഇത് ഇത്രയും വഷളാക്കിയതിന് മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ നേതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇതൊക്കെ അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോൾ ഈ 22-ാം തീയതി ഒരു സർവകക്ഷി യോഗം അല്ലെങ്കിൽ ഒരു യോഗം വിളിക്കുക എന്ന് പറയുന്ന സർക്കാരിൻ്റെ നീക്കം ഒരു പൊള്ളയായ നീക്കം. ഐവാഷ്, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ എന്തായാലും ഈ കള്ളക്കളികളൊക്കെ ഒന്നൊന്നായിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അല്ലേ, ഇതിപ്പോൾ അവർ പറയുന്നത് അവരവരുടെ കാര്യം അവർ സത്യസന്ധമായിട്ട് പറഞ്ഞ് ഇവർ കളവ് പറയുന്നു. അതെ. അപ്പോൾ മുസ്ലിം സംഘടനകളുടെ നിലപാട് ശരിയെന്നും ലീഗ് ജനങ്ങളെ പറ്റിക്കാൻ കള്ളവുമായിട്ട് ഇറങ്ങുന്നു. ലീഗ് ജനങ്ങളെ പറ്റിക്കുന്നു. ആ ജനങ്ങളെ പറ്റിക്കാനുള്ള ലീഗിൻ്റെ ശ്രമങ്ങൾക്ക് UDF-ഉം LDF-ഉം കൂട്ടു നിൽക്കുന്നു. മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിലും അതിന് പങ്കുപറ്റി നിൽക്കുകയാണ്. ഇനി വേറൊന്നും കൂടിയുണ്ട്. കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നവരെ എവിടെ കൊണ്ട് ഇവർ പുനരധിവസിപ്പിക്കും? അവർക്ക് കടലോരവുമായിട്ട് അടുത്ത് നിൽക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവരെ മലപ്പുറത്ത് കൊണ്ടേ പുനരധിവസിക്കുമോ? പറ്റില്ല. എവിടെ കൊണ്ടേ പുനരധിവസിക്കാനായിട്ടാണ്? അപ്പോൾ ഈ ലീഗിൻ്റെ പൊള്ളത്തരവും കള്ളത്തരവും 22-ാം തീയതി കഴിയുന്നതോടെ തകർന്നു വീഴുന്നത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.